എന്താ കേട്ടോ പാടത്തേക്കിനെ നോക്കിയിരിക്കണ്? അത് നമ്മൾ പണ്ട് പാടത്ത് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നില്ല, ആ മഴ സമയത്ത് പന്തട്ടി കളിച്ചുകൊണ്ടിരുന്നില്ലേ, അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടാ നമ്മൾ പണ്ട് പി യൂതി കളിച്ചിരുന്നില്ലേ? ആ, ഏത് പി പി? ആന. ആ, നമ്മുടെ ആന പി പിയോ? ആ ഏട്ടാ, ആ ആന പി ഉണ്ടാക്കി തരുമോ? ആന പി പി അല്ലേ? വാ, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാ എൻ്റെ കയ്യിൽ ആദ്യം ഇരിക്കണമെങ്കിൽ ഒരു PVC പൈപ്പാണ്. ആണ് ഇത്ര ഹൈറ്റിന് നമുക്ക് വേണ്ടുള്ളൂ. ഇതാ നമ്മുടെ തമ്പും ചൂണ്ടുവിരലും കൂടി നിൽക്കണ ഈ ഒരു ഹൈറ്റ് വേണ്ടുള്ളൂ. ഇത്ര വണ്ണം വേണ്ടി വരും. രണ്ടാമത്തെ മെയിനായിട്ടാണ് നമ്മുടെ ബലൂൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഐറ്റം ചെറിയ ഒരു ഓസ് കഷ്ണം. ഇത്രയ്ക്ക് നീളം വേണ്ട, ഏകദേശം ഈ ഇത്ര നീളത്തിലേ ആവശ്യമുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി ജോയിൻ്റ് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സെലോ ടേപ്പ്. മൂന്നാമത് ഇത്രയ്ക്ക് നീളം വേണ്ടല്ലോ, അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബലൂൺ ഇതും കട്ട് ചെയ്താൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്തി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ബലൂൺ ഇരിക്കില്ലേ, ഈ ബലൂണിൻ്റെ ഇങ്ങനെയാണ് ബലൂണ്. ഈ അടിഭാഗത്ത് കുറച്ച് ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരണം. അതായത് ഇവിടെ ഈ ബലൂൺ അടിഭാഗം ഇതിലേക്ക് വെക്കേണ്ടതാണ്. അതിനാണ് നമ്മുടെ ബലൂൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരെ നമ്മുടെ PVCയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ PVC പൈപ്പിൽ ബലൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ PVC പൈപ്പ് ഇടുമ്പോൾ ഈ ചെരുവരുന്ന ഭാഗം വരെ ഈ PVC പൈപ്പ് ഇങ്ങനെ കയറിയിരിക്കണം. ഇനി ഇത് നമുക്ക് ഈ സെലോ ടേപ്പായിട്ട് ഇതിൽ ചുറ്റണം. ചുറ്റിൽ തന്നെ നമ്മളിതാ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഈ ഓട്ടയിൽ നമ്മുടെ PVC പൈപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് മുറിച്ചിട്ടിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മളിതാ ഇങ്ങനെ നമ്മൾ കട്ടിക്ക് ചുറ്റി കൊടുക്കണം. വായുസഞ്ചാരം പുറത്തേക്ക് പോവാനേ പാടില്ല. കട്ടിക്ക് തന്നെ നമ്മൾ ചുറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ സെലോ ടേപ്പും കൂടി ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി. ഇതാണ് നമ്മുടെ ആന പി എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ടെസ്റ്റ് നോക്കാം കേട്ടോ. ഇത് കെട്ടി കഴിയട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആന പി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഇവിടെയാണ് നമ്മൾ ഊതുന്നത്. അപ്പോൾ ഇതങ്ങനെ ഊതണമെന്ന് വെച്ചതാ, ഈ സാധനം ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഊതുക. ഇങ്ങനെയാണ് നമ്മുടെ ആന പി ഊതുന്നത്. അടിപൊളി ശബ്ദമാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പണ്ടത്തെ ഞങ്ങളുടെയൊക്കെ ഒരു അടിപൊളി സാധനമായിരുന്നു. ശബ്ദം എന്ന് വെച്ചാൽ അടിപൊളി ശബ്ദം. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീട്ടൊക്കെ ഇനിയും വരുന്നതാണ്. ഫോളോ, സബ്സ്ക്രൈബ്.